How to produce and who to produce. What to produce, how to produce, how to produce. വണ്ടി കിട്ടില്ല സാർ, ബ്രേക്ക് ഡൗൺ ആയിരുന്നു വണ്ടി. എൻ്റെ കുഴപ്പമില്ല സാർ, നേരത്തെ ഇറങ്ങുന്ന വീട്ടിൽ നിന്ന്. നിനക്കും പ്രശ്നം, നീ വരുന്ന വണ്ടിക്കും പ്രശ്നം. എന്തെങ്കിലും എടുക്കാൻ സ്ഥലത്ത് ഇരിക്കുന്നത് സെൻട്രൽ പ്രോബ്ലംസ് പഠിച്ചല്ലേ. ഇതിനെ നമുക്കൊരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി അവരുടെ സഹായത്തോടു കൂടി നമുക്ക് പഠിക്കാം. ഈ ഡയഗ്രം വരച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബോർഡ് വരയ്ക്കും കേട്ടോ. ശ്രദ്ധിച്ചു പഠിക്കും. എക്സ് ആക്സില് ഫുഡ് എക്സ്, വൈ ആക്സില് ഫുഡ് വൈ. പ്രൊഡക്ഷൻ പോസിബിലിറ്റി, പ്രൊഡക്ഷൻ പോസിബിലിറ്റി നീ പഠിക്കണ്ട പറ്റില്ലേ നിങ്ങളെ വായിച്ചു ശരിയാണ്. അതിനാണ് നീ വരുന്നത്. നമ്മുടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി അവരുടെ സഹായത്തോടു കൂടി സെൻട്രൽ പ്രോബ്ലംസ് എങ്ങനെ പരിഹരിക്കുന്നതൊക്കെ കണ്ടു അല്ലേ. നാളെ നന്നായിട്ട് പഠിച്ചുകൊണ്ട് വരണം. ബോർഡിൽ വരപ്പിക്കും. അടുത്ത വഴി വരാട്ടോ. Thank you, Miss Anne. ക്ലാസ് വരെയൊക്കെ ഇരിക്കാൻ വയ്യ. പിന്നെ ലേറ്റായിട്ട് വരുന്നു. വന്നിട്ട് പഠിക്കുന്ന പിള്ളേരെ നീ ഉഴപ്പുന്നു. അങ്ങോട്ട് തിരിഞ്ഞ് നീ എറിയുന്നു. നിനക്ക് ബുക്കില്ല, പുസ്തകമില്ല, പേനയില്ല. എന്തിങ്ങനെ എല്ലാവരും പ്രായം കണ്ടാവുന്നു. കുഴപ്പമില്ല, നാളെ തൊട്ട് റെഡി ആയിക്കോളും. ഓരോ ദിവസം ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത്. സത്യം പറയണോ, നിനക്കുള്ള പ്രശ്നമില്ല, അതാദ്യം പറയാം. എനിക്ക് ആനിമേഷൻ താല്പര്യം, കമ്പ്യൂട്ടറൊക്കെ ചെയ്യാൻ. പക്ഷേ വായിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇത് എനിക്ക് ബുക്ക് തുറക്കുമ്പോൾ ഉറക്കം വരുക. എക്കണോമിക്സ് ഏതാ, മൈക്രോ ഏതാ, മാക്രോ ഏതാ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിർബന്ധം, വീട്ടിലെ നിർബന്ധമാണ്. പിന്നെ വീട്ടിലെ പ്രാരാബ്ദത്തിൻ്റെ രാവുക മിസ്സേ. പക്ഷെ പിന്നെ നിവർത്തിയില്ലാതെ തന്നെയാണ്. എന്ത് പഠിക്കാനാണ് താല്പര്യം? പക്ഷെ എനിക്ക് ആനിമേഷൻ താല്പര്യം സാർ. അപ്പം ഞാൻ കൊച്ചിലോട്ട് ഇതൊക്കെ ചെയ്യും. കമ്പ്യൂട്ടറൊക്കെ സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിയത്. അതിലൊക്കെ ചെയ്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നതാണ്. പക്ഷെ വീട്ടിൽ പറഞ്ഞിട്ട് അവർക്കൊന്നും മനസ്സിലാവുന്നില്ല. വിദ്യാഭ്യാസം ഇല്ലാത്ത മനസ്സിലാക്കി പേരുകാര്യം ചെയ്യും. നാളെ തന്നെ പേരൻസിനെ കൊണ്ടുപോകാം. നമസ്കാരം. എൻ്റെ അമ്മയാണ് ഇങ്ങനെ ക്ലാസ് വന്നാൽ യാതൊരു കാരണവശാലും ക്ലാസ് പഠിക്കുന്നില്ല, പഠിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതിനോട് ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ പറയുന്നത് അവനിതൊന്നും ഇഷ്ടമല്ല, അതിനൊന്നും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ ടീച്ചർ എന്നെ പറയാൻ 10ാം ക്ലാസ് നന്നായിട്ട് പഠിച്ചുകൊണ്ടാണ് ചേർക്കണം. വീട്ടിൽ വന്നാൽ ഇത് തന്നെ. വീട്ടിൽ വന്ന് എൻ്റെ ചോദിക്കുമ്പോൾ തന്നെ ക്ലാസ് എടുത്തിരിക്കുക. എനിക്ക് വലിയ പഠിപ്പില്ല, ഇങ്ങനെ പഠിച്ച് എന്തെങ്കിലും ഒരു നല്ല നിലയിൽ എനിക്ക് വിലയിരുത്തണമെന്നുണ്ടായിരുന്നു. അപ്പനാണെങ്കിൽ ഭയങ്കര കൂടിയാണ്. എന്താ ചെയ്യാനായിട്ട് പിന്നെ ആനിമേഷനാണ് താല്പര്യം എന്ന് പറയും. ഞാൻ മേഖലയിൽ
ഞാൻ വാട്സപ്പ് ചെയ്തു കേട്ടോ. ഇഷ്ടമുള്ള മേഖലയിൽ ഈ വർഷം ഇത് പഠിക്കട്ടെ, അതുപോലെ പഠിക്കട്ടെ, അതിനുശേഷം അവന് ഇഷ്ടമുള്ള മേഖലയിൽ തന്നെ വിടുക. നാല് വർഷങ്ങൾക്ക് ശേഷം ഓർക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നില്ലടാ. ഓർക്കുന്നുണ്ടോ മിസ് അപ്പോൾ? പിന്നെ ഇതിനെ ഓർക്കും. നീ ആനിമേഷനൊക്കെ പഠിച്ചു? അന്വേഷണമൊക്കെ പഠിച്ചു. ഞാൻ ഗൾഫിൽ പോയി രക്ഷപ്പെട്ടു. കുറച്ച് ട്രൈ ആണ് എല്ലാവർക്കും കൊടുക്കണം. ഓക്കെ, നീ രക്ഷപ്പെട്ടതാണ്. ശരി. കുട്ടിയുടെ താല്പര്യങ്ങളും അഭിരുചികളും മനസ്സിലാക്കാതെ മാതാപിതാക്കളുടെ ഇഷ്ടം മാത്രം മുൻനിർത്തി പഠനമേഖല തിരഞ്ഞെടുക്കുമ്പോൾ കുട്ടിയുടെ ഭാവി അപകടത്തിലാവും. അവന്റെ താല്പര്യം എന്താണെന്ന് കണ്ടെത്തി അതിനെ വഴിതിരിച്ചു വിടുക എന്നുള്ളത് ഒരു അധ്യാപക